കിട്ടും. പക്ഷെ ഇന്ന് ഒരു 5 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് എന്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കേവലം ഒരു ഉൽപ്പന്നം, ഒരു കവചപ്രാശമായ ഒരു ലേഹ്യം ഉപയോഗിച്ച ഒറ്റ കാരണത്താലാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഏറ്റെടുത്തത്. കാരണം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണിച്ചു തരുന്ന സമയത്ത് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം 2015 മുമ്പ് ഈ ഒരു പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മണി ചെയിൻ തട്ടിപ്പ് കമ്പനികൾ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ പണം കവർന്നു പോയി. ഇവിടെ ഇരിക്കുന്ന പുതുതായിട്ട് വന്ന ആൾക്കാരുടെ മനസ്സിൽ ഇതേപോലെ പലതും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇതേപോലെ പലതും എന്റെ കയ്യിൽ വന്നിട്ടുള്ളതാണ്, ഞാനും ഒന്നും പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അതേ പോലീസുകാര് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറി. ഞാൻ ന്യൂസാർ പറഞ്ഞതുപോലെ ബാങ്ക് വരെ ഞാൻ എന്റെ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ലോണിന് അപേക്ഷിച്ച സമയത്ത് എന്താണ് നിങ്ങൾക്ക് വർക്ക് ജോബ് എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് ആണ്. എന്താ പറയാ, ലോൺ തരാൻ പറ്റില്ല, റിജക്ട് ചെയ്തിട്ടുണ്ട് പല തവണയായിട്ട്. അപ്പം നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു സമയത്ത് നിന്നും ഈ ഫെബ്രുവരി 19, അതായത് 2025 ഫെബ്രുവരി 19 ഗവൺമെന്റ് 100% ലീഗലായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില് ഏത് കമ്പനിയിൽ കൊണ്ടുവരണം, ഏത് കമ്പനി ഞാൻ വരണം, ഏത് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളോ പറയണ്ട. നിങ്ങൾ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറിയിട്ട് ഏതാണ് നല്ല കമ്പനി, അതിലെ ആ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമോ, ഇന്നത്തെ ഡയറക്ട് സെല്ലിംഗ് പ്രസ്ഥാനത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പുതുതായിട്ട് വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റിന്റെ സൈറ്റില് എത്ര കമ്പനികളുണ്ടോ ആ കമ്പനികളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൽ ഒന്നാമത്തെ കമ്പനി MI ലൈഫ് സ്റ്റൈൽ. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ഒരു കമ്പനിയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് വിലയിരുത്തുന്നത്, ഒന്ന് ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെന്റ് അത്രയും പവർഫുൾ ആയിരിക്കും. ഏത് ഗത്യന്തര സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനും കൂടെ വന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നിലനിർത്താനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആയിരിക്കണം നമ്മുടെ കമ്പനി. നമ്മളെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലേക്ക് ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി. ഇത് കൈയടിക്കണം. രണ്ടാമത്, ഒരു കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ, നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരസ്യം ഉണ്ടാവും. ഇത് വെറും മൗത്ത് അഡ്വർടൈസ്മെന്റ് അല്ലെ, പരസ്യം നമ്മൾ വായവഴി ഉണ്ടാവുന്ന പരസ്യമായതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടുമ്പോൾ എന്ത് കൂടും, വിലയിൽ കൂട്ടാൻ പറ്റും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം, അതായത് വലിയ വിലയൊന്നുമില്ല, സാധാരണ 24 രൂപ മുതൽ ഏകദേശം 3500 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ നമുക്ക് 100-ലധികം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന, ആയുഷിന്റെ അംഗീകാരമുള്ള 22-ലധികം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരേ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അത് മൂന്നാമത് നമ്മുടെ ടീം സപ്പോർട്ട്, ഇൻകം. കാരണം ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയിൽ പ്രവർത്തിക്കൽ മാത്രമുള്ള വരുമാനമൊന്നുമില്ല, പ്രതീക്ഷയായിരുന്നു നാളെ കിട്ടും. ഇതല്ല, ഇത് ദിവസ വരുമാനവും ആഴ്ച വരുമാനവും മാസ വരുമാനം കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ത്യയിലുള്ള, അത് MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി. അവർ മുന്നോട്ട് വന്ന ആൾക്കാരെ ഏറ്റെടുക്കുക. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ചെയ്ത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, വരുന്ന 5 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന വ്യക്തികളായി നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. അതിലുപരി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം, ഇന്ന് മൂസ വന്നിട്ട് എന്റെ പേര് പറഞ്ഞു, മൂസ സാർ എന്നതിന് എന്റെ പേര് പറഞ്ഞു. ഇങ്ങനെ എന്റെ പേര് ഉച്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സമൂഹത്തിൽ ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കാലശേഷവും
നമ്മളെ ഓർക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് MI ലഭിച്ചവരാണ്. ഏറ്റെടുക്കുക. നമുക്ക് എല്ലാവർക്കും വലിയ വലിയ വിദ്യാഭ്യാസം നേടുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആഴ്ചയിൽ 2,10,000 രൂപ വരെ ഈ ഒരു കമ്പനിയിലൂടെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണ ടൂവീലർ മാത്രം സഞ്ചരിച്ച് ഞാൻ ഇന്ന് 14 ലക്ഷം രൂപയുടെ മുകളിലേക്കുള്ള വാഹനമാണ് ഓടിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു 10 സെന്റ് കൈയടിച്ചു കൊടുക്കാം. അതിഷ്ട കൈയടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖം ഉള്ളിലുണ്ട്. അത് നിങ്ങളുടെ ഒന്നിരിക്കില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം. കാരണം നന്നായി കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന സംഭവമാണ്. 10 സെന്റ് സ്ഥലം വാങ്ങി അതിൽ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ വീട് പണി കഴിയുന്ന സമയത്ത് ഏകദേശം 40 ലക്ഷം രൂപ വേണം. അതൊക്കെ ഈ ഒരു ബിസിനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് എല്ലാവരും വിജയിക്കാം. എന്റെ പേര് ഷിനോദ് എന്നാണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ സായി ഇലക്ട്രിക്കൽ സപ്ലൈസ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പ്ലംബിങ്ങിന്റെ മെറ്റീരിയൽ, അതുപോലെ വയറിങ്ങിന്റെ മെറ്റീരിയൽ എല്ലാം മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ബിസിനസ് കിട്ടുന്നത്. ആ ബിസിനസ് കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ എനിക്ക് നല്ല വരുമാനമുണ്ട്. ഞാൻ അന്ന് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എത്ര കാലം പ്രവർത്തിച്ചാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിക്കാൻ ചെറിയ ചെറിയ വീട് കാര്യങ്ങളൊക്കെ വരും. കുറച്ചുകൂടെ നന്നായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല വരുമാനം കിട്ടിയാൽ ഒരു പക്ഷേ ഒരു നിലയുള്ള വീട് 2 നില വീടൊക്കെ ആവും. അതിന്റെ മുകളിലോട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഈ ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവുണ്ടായി. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഈ ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാരെ നേരിട്ട് കണ്ടു ബോധ്യപ്പെടാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നവർക്ക് പോലും ഇവിടെ ഒരുപാട് പേര് ടീം കോർഡിനേറ്റർ മുതൽ ഇന്ന് MTC റാങ്കിൽ വരെ എത്തിയിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾ കണ്ടു. ആഴ്ചയിൽ 2,10,000 പേരെ മേടിച്ച ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയുണ്ടോ എന്നുള്ള ഉറപ്പാണ്. കാരണം ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കടന്നു വന്നിട്ട് ഒരു 9 സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാണ്. 9 സ്റ്റേജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റർ ആവുക എന്നുള്ളതാണ്. അങ്ങനെ എന്റെ ആഗ്രഹം വന്ന് ഈ ബിസിനസ് കേട്ട് ശരിക്കും പറഞ്ഞാൽ 9ാമത്തെ വീക്കിൽ ഞാൻ ടീം കോർഡിനേറ്ററാണ്. 8 ആഴ്ച ഓരോ 4 ആഴ്ച കൂടുമ്പോൾ 1 ലക്ഷം ബിസിനസ്സോടെ മാച്ച് ചെയ്തു. കൃത്യം 9ാമത്തെ ആഴ്ച ടീം കോർഡിനേറ്റർ. പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ ടീം കോർഡിനേറ്റർ പെർഫോമൻസ് മോഡ്സ് അടിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ, അങ്ങനെ കറക്റ്റ് കടന്നു വന്ന് ഇന്ന് ഞാൻ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ശരിക്കും എന്റെ മുന്നിൽ 2 സ്റ്റേജുകൾ. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ, പിന്നീടുള്ള റാങ്ക് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. 9 സ്റ്റേജ് പിന്നീടുമ്പോൾ കോടീശ്വരനാണ്. പക്ഷേ വരുന്നതിന് മുമ്പ് മുന്നിൽ ഒരു സ്റ്റേജ് ഇല്ല. ദിവസം രാവിലെ എണീക്കുക, വയറിന്റെ പ്ലഗിന്റെ വർക്കിലും പോകും. ഈ മഴ വരുമ്പോൾ എണീറ്റ് വണ്ടിയെ കയറാൻ മടിയാണ്. കാരണം രാവിലെ എണീറ്റ് വണ്ടിയെ കയറാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരു കാർ പോലും സ്വന്തമല്ല. ഇന്ന് വന്നൊരു കാലമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ട്, മുന്നോട്ട് പോകാൻ യാത്ര ചെയ്യാൻ മാർഗങ്ങളുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ ചുറ്റുപാടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കാർക്കും ഏത് വഴിക്ക് പോകണമെന്ന് പോലും അറിയില്ല. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നവർക്ക് പോലും നിങ്ങൾക്ക് ഒരു വഴി നിങ്ങളുടെ ലീഡേഴ്സ് കാണിച്ചു തന്നു. നമ്മുടെ ലീഡർ മിഥുൻ സാറൊക്കെ വളരെ മനോഹരമായി GT സാറൊക്കെ പ്രസന്റ് ചെയ്തു. ധൈര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ഫാമിലി വ്യത്യസ്തമായിരിക്കും. എല്ലാവരും പ്രവർത്തിക്കാനൊക്കെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷു സക്സസ്. സന്തോഷമാണ്. താമസിക്കുന്ന ചുതുവാറ സ്ഥലത്താണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ടാക്സ് കൺസൾട്ടന്റ് ആയിരുന്നു, സെയിൽസ് ചെയ്തതായിരുന്നു. അപ്പൊ അതിനുണ്ടായ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ എന്നേക്കാൾ മുൻപ് വന്ന എന്റെ ബന്ധുക്കളെ ആളുകളുടെ എല്ലാം തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഭാഗ്യം ഉണ്ടായതുകൊണ്ട് തന്നെ വീക്കിലി 2,10,000 ആ ഫിഗർ ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന കണ്ട് ബോധ്യപ്പെട്ട് കടന്നു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് അന്ന് വരെ ആഗ്രഹമാണ്, നമുക്ക് എത്രയോ ആളുകളെ സഹായിക്കാൻ പറ്റും അല്ലേ? പണം കൊടുത്താൽ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ പണം കൊടുത്താൽ ആരും തൃപ്തിയാവുന്നില്ല. പക്ഷേ ഇഷ്ടംപോലെ പണം സമ്പാദിക്കാനുള്ള അവസരം കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ നമ്മൾ കൊടുക്കണ്ടേ? അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കമ്പനിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഈ MI ലൈഫ് നമ്മുടെ കമ്പനിയുടെ വയനാട് ജില്ലയിലെ പ്രോഗ്രാമുമായിട്ട് ഞാനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളെ കുറച്ച് അനൗൺസ്മെന്റ്സും തരാനുണ്ട്. കാര്യം നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കടന്നു വന്നപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഈ ബോർഡിന്റെ ഒരു ഷെയർ രീതിയിൽ ഒരു 30 രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ചിലരെ അത് കൊടുക്കാതെ തന്നിട്ടുള്ളൂ, അത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കാറില്ല. പക്ഷെ അതുകൊണ്ടല്ല, ഒരു കോടീശ്വരനാവാൻ പോകുന്ന ആളുടെ ചിന്താഗതി അങ്ങനെയാണ് കോടീശ്വരായി പോകുന്നില്ല. ശരിയല്ലേ? അല്ലേ? കോടീശ്വരൻ
മനുഷ്യനാവാത്ത ആഗ്രഹവും പിച്ചക്കാരന്റെ മനുഷ്യൻ രക്ഷപ്പെടില്ല. അപ്പൊ അതിന് പ്രത്യേകിച്ച് ചോദിക്കാറില്ല, ആരെ മോശമായി പറയുന്നല്ല കേട്ടോ, നിരവധി ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഞാനത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഇതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അങ്ങോട്ടേക്ക് എൻട്രി ഫീസ് ഇല്ല എന്ന്. അപ്പൊ അത് പക്ഷേ എന്റെ പ്രഖ്യാപനം നടത്താൻ ഞാൻ ആയിട്ടില്ല. കാര്യം ഇതുവരെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. അതായത് കമ്പനിയുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇനി മുതൽ കമ്പനിയുടെ ഭാഗത്താണ് അത് വരിക. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആരാണ് MC ചെയ്യുന്നത്, ആരാണ് GTS എടുക്കുന്നത്, ആരാണ് കൺക്ലൂഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അതിലുണ്ടാവും. മിക്കവാറും സെന്ററുകളിൽ തന്നെ ITs എന്നുള്ള ലീഡേഴ്സും റെഗുലർ ആയിട്ട് പങ്കെടുക്കുന്ന അവസരം വരും. ശ്രദ്ധിക്കാം, കമ്പനി വലിയ രീതിയിലുള്ള പ്ലാനിംഗ് ആണ്. 2030 ആവുമ്പോഴേക്കുമാണ് കമ്പനി ശരിക്കും ഏറ്റവും കൂടുതൽ വളരെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ കമ്പനി അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ കമ്പനി MLS മാർക്കിംഗാണ് ഡയറക്റ്റ് ആ ഒരു പ്രൊഫഷൻ നമുക്ക് ടോപ്പായി ചെറിയ കാര്യമില്ല. ഞാൻ പറയുമ്പോൾ അടുത്ത മെസ്സേജ് ഞാനാണ് വിടുന്നതെങ്കിൽ നിങ്ങൾ 30 രൂപ വീണ്ടും കൊടുക്കേണ്ടി വരും അടുത്ത ആഴ്ചയിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അത് എന്റെ ഫൈനൽ ഡിസിഷൻ. കാരണം പറയരുതെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം 1-ാം തീയതി എൻട്രി ഫീ ഇല്ല നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്തൊരു പ്രോഗ്രാമാണ്, അപ്പുറത്തേക്ക് എല്ലാം സെറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ 30 രൂപ കയ്യിൽ കരുതില്ല. അതല്ല എങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് പോലെ എത്ര കൊടുക്കും. പക്ഷെ അതിനുശേഷം എന്തായാലും ഫ്രീ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നേരത്തെ നമ്മളെ നൗഷാദ് സാർ സൂചിപ്പിച്ച നമ്മുടെ WTC ലീഡർ ഷാജി KJ, IITC ഷാജി KJ എന്റെ ബ്രദറാണ്. അടുത്ത ആഴ്ച കൺക്ലൂഡിംഗ് വരുന്നത്. ലൈഫിൽ വലിയ നേട്ടമുണ്ടാക്കിയാണ്. നിങ്ങൾക്കെല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ, വെറും 5000 രൂപ മാസം ജോലി ചെയ്യുന്ന ആള് വയ്ക്കുന്ന വീട് 10,000 സ്ക്വയർ ഫീറ്റ് വീടാണ്. വലിയ പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് നേരിൽ പോയി കാണാം. കാരണം ഇത് ചെയ്യുന്ന ആൾക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമമാണ്. സഞ്ചരിക്കുന്ന മെഴ്സിഡീസ് E-Class ബെൻസിൽ സെക്കൻഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ടൊയോട്ട ഹൈക്രോസ് 5000 രൂപ മാസം അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എത്ര സർവീസ് ഇത് സാധിക്കുമായിരുന്നു? ജോലി ചെയ്തുകൊണ്ട് ഒരാളും അതും തൃപ്തിയോടുകൂടി ജോലി ചെയ്ത് രക്ഷപ്പെട്ട ഒരാളൊന്നുമില്ല. ഒരാളൊരു കോടീശ്വരനായിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും നന്നായി ജീവിക്കുന്ന ആളും ബിസിനസ്സുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ബിസിനസ്സുകാരനായി മാറി ഒരു കോടീശ്വരൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡയറക്റ്റ്. 1 രൂപ ചെലവില്ലാതെ അവനവരുടെ വീടുകളിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനം വാങ്ങിച്ചുകൊണ്ട് കോടീശ്വരൻ പറ്റിയ അവസരം. അപ്പൊ ഞാൻ പറയുന്നത്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തരാം. ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മളെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ കോടീശ്വരനാക്കുന്ന ഒരു കൺസെപ്റ്റ്. എന്ത് ആളുകൾ പലതും പറയും. ആദ്യം നമ്മുടെ ആ സംശയം മാറ്റി മാത്രം ഒരു രക്ഷപ്പെടാൻ സാധിക്കും. സംശയം ഒട്ടിക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അടുത്ത ഒരു പ്രോഗ്രാമിൽ ഈ ഹാൾ നിറയണം. കാര്യം ഒരു സാധാരണക്കാരൻ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടുണ്ടാക്കിയ കേസാണ്. തീർച്ചയായിട്ടും വിജയിക്കാൻ എളുപ്പവഴി വിജയിച്ച ആളുകളെ കേൾക്കുക, അവരെ അനുസരിക്കുക, അവരെ അനുഗമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വിജയമന്ത്രങ്ങൾക്കാക്കാൻ ഞാൻ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ സൂട്ടാണ് ഈ ഹാൾ ഫുൾ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടല്ലേ? താങ്ക് യു. ഗോഡ് ബ്ലെസ്.